ഈസി വൈസിലെ കുട്ടികൾക്കായുള്ള ഹൈബ്രിഡ് ക്ലാസിന്റെ ഭാഗമായി ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചെയ്യുന്നത്. ലാസ്റ്റ് വീക്ക് നടന്ന ബയോളജി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സ്ക്രീനിന്റെ സൈഡിലായിട്ട് കാണാൻ പറ്റും. പഠിക്കാൻ നേരം ഒരു പേപ്പർ എടുത്ത് ബോർഡിൽ കുറിച്ചിരിക്കുന്ന കീ പോയിന്റ്സ് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റീടെസ്റ്റിന് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പഠിച്ചെഴുതുക. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് എ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. റീടെസ്റ്റ് നമ്മൾ ഓടില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഡാഷ് ഓർ ദ മോളിക്യൂൾസ് ദാറ്റ് കണ്ടെയ്ൻ നൈട്രജൻ ആൻഡ് ആർ ആൽക്കലൈൻ ഇൻ നേച്ചർ. നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആൽക്കലൈൻ നേച്ചർ ഉള്ള ഒരു ബയോമോളിക്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരെന്താണ്? DNA. DNA ആണ് ആൽക്കലൈൻ നേച്ചറിലുള്ള ഒരു ബയോമോളിക്യൂൾ. DNA അല്ലെങ്കിൽ മറ്റൊരു ഉത്തരവും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ന്യൂക്ലിയോടൈഡ് എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതാം. DNAയുടെ ഒരു പർട്ടിക്കുലർ പാർട്ടാണ് ന്യൂക്ലിയോടൈഡ്. ഉത്തരമായിട്ട് ഒന്നീ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ നമുക്ക് DNA എഴുതാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അടുത്തൊരു ഫില്ലപ്പ് ആണ്. ഒരു ഡെഫിനിഷൻ ആണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സൈഡിൽ വായിക്കുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. പ്രതിരോധ വ്യവസ്ഥയുടെ ഒരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്തായിരിക്കും? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഡിഫൻസ് പ്രതിരോധ വ്യവസ്ഥയുടെ ഒരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഡിഫൻസ് ആണ് നമ്മുടെ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. The pathogen of quick wilt is in pepper is dash. പെപ്പറിൽ കാണപ്പെടുന്ന ക്വിക്ക് വിൽറ്റ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ള പാത്തജൻ ഏതാണ്? ഏതാണ് ആ പാത്തജൻ? ഫംഗസ് ആണ് ആ പാത്തജൻ ആയിട്ട് വരുന്നത്. നമുക്ക് ആ ടോപ്പിക്ക് നോക്കുമ്പോൾ പ്ലാന്റ് ഡിസീസ്, നമുക്ക് കുറച്ച് ഫംഗൽ ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ്, അങ്ങനത്തെ കുറച്ച് ഡിസീസസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനോടൊപ്പം ഇത് പഠിക്കുന്ന സമയം നിങ്ങൾ മറ്റ് ബാക്ടീരിയൽ ഫംഗൽ ഡിസീസും കൂടെ പ്ലാന്റ് ഡിസീസും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് വരുന്ന മെയിൻ എക്സാമിന് വരാവുന്നതാണ്. അടുത്തത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള, കറക്റ്റ് പെയർ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അല്ലെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും വായിക്കുന്നില്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം തിരഞ്ഞെടുത്താൽ മതി. അതിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്തുവാണ്? അതിൽ കാണപ്പെടുന്ന ആന്റിജൻസ് ഏതൊക്കെയുണ്ട്? ആന്റിജൻ Aയും ഉണ്ട്, ആന്റിജൻ Bയും ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് ആന്റിജനും ഉൾപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഏതെന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആന്റിബോഡി എങ്ങനെയായിരിക്കും? ആന്റിബോഡി ഉണ്ടാവുന്നില്ല. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞാൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ബ്ലഡ് ഗ്രൂപ്പ് B എന്ന് പറയുമ്പോൾ അതിനകത്ത് കാണപ്പെടുന്ന ആന്റിജൻ ഏതാണ്? ആന്റിജൻ B ആണ് അതിൽ കാണുന്നത്. അതിൽ കാണുന്ന ആന്റിബോഡി A ആയിരിക്കും. നമ്മൾ കേസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. മറ്റ് ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. മറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സിന്റെ ഡീറ്റെയിൽസും കൂടെ നമുക്കൊന്ന് വിശദീകരിക്കാം. 4 തരം ബ്ലഡ് ഗ്രൂപ്പ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. RH ഫാക്ടർ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 തരം ബ്ലഡ് ഗ്രൂപ്പേ ഉള്ളൂ. ബ്ലഡ് ഗ്രൂപ്പ് A, B, AB ആൻഡ് O. ഓരോന്നിനുമുള്ള ആന്റിജൻസും ആന്റിബോഡീസും ആണ് കൊടുത്തേക്കുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ അവിടെ കാണുന്ന ആന്റിജൻ ഏതായിരിക്കും? ആന്റിജൻ A തന്നെയാണുള്ളത്. അവിടെ കാണുന്ന ആന്റിബോഡി B ആയിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് B ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ആന്റിജൻ B ആയിരിക്കും. അവിടുത്തെ ആന്റിബോഡി എങ്ങനെയായിരിക്കും? A ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ആന്റിജൻ ഇത് ബ്ലഡ് ഗ്രൂപ്പിന്റെ പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെയിം തന്നെ ആയിരിക്കും. ആന്റിബോഡി എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആന്റിജൻ ഏതായിരിക്കും? ആന്റിജൻ Aയും ഉണ്ട്, ആന്റിജൻ Bയും ഉണ്ട്. അവിടെ നിങ്ങൾ തെറ്റിക്കരുത്. ആന്റിജൻ AB എന്ന് എഴുതാൻ ആന്റിജൻ A ആൻഡ് ആന്റിജൻ B, 2 ആന്റിജനും ഉണ്ട്. പക്ഷെ അവിടെ ആന്റിബോഡി ഇല്ല. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഏത്? ബ്ലഡ് ഗ്രൂപ്പ് AB എന്ന് പറയുന്നത്. അതേ കണക്ക് ബ്ലഡ് ഗ്രൂപ്പ് O എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല? ആന്റിജൻ ഇല്ല. പക്ഷെ ആന്റിബോഡി എന്തുണ്ട്? ആന്റിബോഡി Aയും ഉണ്ട്, ആന്റിബോഡി Bയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, നൈട്രജൻ ബേസ് സീൻ ഒളി ഇൻ RNA. RNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിലാണ് RNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ്. അപ്പൊ RNAയിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ,
ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. DNA കാണുന്ന നൈട്രോജൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. പക്ഷെ പുതിയതായിട്ട് അവിടെ വരുന്നത് ആരാണ്? തൈമിൻ ആണ്. DNA മാത്രം കാണപ്പെടുന്ന നൈട്രോജൻ ബേസ് തൈമിനും RNA മാത്രം കാണപ്പെടുന്ന നൈട്രോജൻ ബേസ് യുറാസിലുമാണ്. അത് ശ്രദ്ധിച്ചോളൂ. അടുത്തത് ഒരു ഓഡ് വൺ ക്വസ്റ്റ്യൻ ആണ്. ഓഡ് വൺ നോക്കുമ്പോൾ OPV, BCG, GCG, പെന്റാവാലന്റ്. അതില് 3 എണ്ണത്തിന് ഒരേ കോമൺ ഫീച്ചർ ഉണ്ട്. എന്താണ് ആ കോമൺ ഫീച്ചർ? ഇതിൽ കൊടുത്തേക്കുന്ന മെജോറിറ്റി ഓഫ് ദ ഓപ്ഷൻസും ഏതാണ്? വാക്സിൻസ് ആണ്, വാക്സിനുകളാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ECG എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസും വേരിയേഷൻസും ഒക്കെ അറിയാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെന്റ് ആണല്ലേ ECG എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയെല്ലാം വാക്സിൻസ് ആണ്. അതിൽ ECG ആണ് ഒരു ഓഡ് വൺ ആയിട്ട് നമുക്ക് അവിടെ വരുന്നത്. ഓപ്ഷൻസില് equipments used to get three-dimensional view of internal organs with the help of computer using X-ray. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു വാക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ഉത്തരം എന്ത് തന്നെയാണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി. കമ്പ്യൂട്ടർ ടോമോഗ്രഫി നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിന് ഷോർട്ട് ആയിട്ട് നമ്മൾ പറയും CT സ്കാനർ. CT സ്കാനർ ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. കമ്പ്യൂട്ടർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? CT സ്കാനർ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി ആണ് CT സ്കാനർ എന്ന് പറയുന്നത്. അടുത്തതൊരു ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഡിഫൻസ് കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ B lymphocyte as antibody are known as immunoglobulin. immunoglobulin IG എന്നൊക്കെ പറയുന്ന immunoglobulin ഒരു ഡെഫിനിഷൻ ആണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്ത 2 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ അണ്ടർലൈൻ പാർട്സിന്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ട്. ആന്റിബോഡി ആർ നോട്ട് പ്രസന്റ് ഇൻ O ബ്ലഡ് ഗ്രൂപ്പ്. നമ്മൾ കുറച്ച് മുൻപ് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. O ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലാത്തത്, O ബ്ലഡ് ഗ്രൂപ്പിൽ ഇല്ലാത്തത് ആന്റിജൻ ആണ്. കറക്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ വന്നത് കണ്ട. O ഗ്രൂപ്പിൽ ഇല്ലാത്തത് ആന്റിജൻ ആണ്. അപ്പൊ ആന്റിബോഡി ആണ് അവിടെ ഇല്ലാത്തത്. അപ്പൊ അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട എന്താണ്? ആന്റിജൻ ഈസ് നോട്ട് പ്രസന്റ് ഇൻ O ബ്ലഡ് ഗ്രൂപ്പ്. അങ്ങനെ വേണം കൊടുക്കാനായിട്ടുള്ളത്. ബി പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ലിംഫോസൈറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബോൺ മാരോ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എ പാർട്ടിൽ മാത്രമേ നമുക്ക് ആ മിസ്റ്റേക്ക് ഉള്ളൂ. ഓക്കെ, അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇല്ലസ്ട്രേഷൻ നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഈ കൊടുത്തേക്കുന്ന ഇല്ലസ്ട്രേഷൻ നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഇല്ലസ്ട്രേഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡിന്റെ ഫിഗർ ആണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ DNA ബേസ് മോളിക്യൂൾസുകളെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡുകൾ ചേർന്നുണ്ടാവുന്ന ചെയിൻസ് ആണ് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ. എന്നൊക്കെ നമ്മൾ പിന്നെ ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. ആ ന്യൂക്ലിയോടൈഡിന്റെ പാർട്സ് എന്തൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട് ബി ക്ലാസ്സിൽ. അപ്പൊ എന്തൊക്കെയാണ് ആ പാർട്സ്? നിങ്ങൾക്ക് ആ പാർട്സ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഇതെന്തുവാണ് പാർട്ട്? നൈട്രജൻ ബേസ് ആണ് അവിടെ കൊടുക്കുന്നത്. നൈട്രജൻ ബേസ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? പെന്റോസ് ഷുഗർ മോളിക്യൂൾ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തുവാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ 3 ഉത്തരമാണുള്ളത്. നൈട്രജൻ ബേസ്, ഷുഗർ മോളിക്യൂൾ, അതേപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇതാണ് ഇതിന്റെ 3 മാർക്കിങ്സ്. ഹോൾ ഇല്ലസ്ട്രേഷൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Genetic mechanism that determine whether a child is male or female explained with the help of an illustration. ഒരു ഇല്ലസ്ട്രേഷൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലസ്ട്രേഷനും കൂടെ നിങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ ഉത്തരത്തിന് ഒരു പെർഫെക്ഷൻ കിട്ടും. അപ്പൊ ആദ്യം എന്ത് കൊടുക്കണം? ഫാദർ ആണോ മദർ ആണോ ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെയിൽ പാരന്റ് ആണോ ഫീമെയിൽ പാരന്റ് ആണോ കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ആരാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഫാദർ ഈസ് ദ സെക്സ് ഡിറ്റർമൈനിങ് ഫാക്ടർ. അപ്പം സെക്സ് ഓഫ് ദ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൊടുക്കണം. കീഴിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇല്ലസ്ട്രേഷൻ മാത്രമേ ബോർഡിൽ കൊടുത്തിട്ടുള്ളൂ. ഇല്ലസ്ട്രേഷൻ നോക്കുമ്പോൾ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. മെയിലിൽ നോക്കുമ്പോൾ 44 ക്രോമസോംസ് ഉണ്ട്. XY എന്ന് പറയുന്ന സെക്സ് ക്രോമസോം ഉണ്ട്. ഫീമെയിൽസിലും 44 ക്രോമസോംസ് ഉണ്ട്. XX ക്രോമസോം ഉണ്ട്. സെക്സ് ക്രോമസോം മാത്രം എടുത്താണ് നമ്മൾ ആ ക്രോസ് കാണിച്ചേക്കുന്നത്. X ഗാമേറ്റ് ആൻഡ് Y ഗാമേറ്റ് ഉണ്ട് ഇവിടെ.
ഇവിടെ എക്സ് ഗാമേറ്റ് ആൻഡ് എക്സ് ഗാമേറ്റ് ഉണ്ട്. ആ ക്രോസ് പോയേക്കുന്നത് നോക്കിക്കാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ഞാൻ ഒരു കളർ കോഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സ് രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ലൈൻസിൽ അവിടെ ഫോം ചെയ്യുന്ന പ്രൊജനി ഏതാണ്? എക്സ് എക്സ് ആണ്. രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആരെയാണ്? ഗേൾ ചൈൽഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് പോയേക്കുന്ന രണ്ട് ലൈൻസ് നോക്കിക്കേ. ഇവിടെ രണ്ട് കൊടുത്തേക്കുന്നത് എക്സ് വൈ ആണ്. എക്സ് വൈ ആരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ഗേൾ ചൈൽഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇലസ്ട്രേഷനും കൂടെ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉത്തരം പെർഫെക്റ്റ് ആയിരിക്കും. ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ഫാദർ ആണ് സെക്സ് ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് കൊടുത്തതിന് ശേഷം ഈ ഇലസ്ട്രേഷൻ കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ആർ ദ ഹെൽത്ത് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് സ്മോക്കിംഗ് ഇൻ ദ ഫോളോയിങ് ഓർഗൻസ്? ബ്രെയിനെയും ലങ്സിനെയും സ്മോക്കിംഗ് എങ്ങനെ അഫക്ട് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ബ്രെയിനെ അഫക്ട് ചെയ്യുന്ന രണ്ട് രീതി നിങ്ങൾക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്ട്രോക്ക് ആൻഡ് അഡിക്ഷൻ ടു നിക്കോട്ടിൻ. ബ്രെയിനെ അഫക്ട് ചെയ്യുന്ന രണ്ട് രീതികളാണ്, രണ്ട് കണ്ടീഷൻസ് ആണ്. അതേപോലെ ലങ്സിനെ അഫക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാവുന്നത്? ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ് ആൻഡ് എംഫിസിമ. നമ്മൾ സിനിമയിൽ ആദ്യം തുടക്കത്തിലൊക്കെ എംഫിസിമ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ സ്മോക്കിംഗ് കാരണം അല്ലെങ്കിൽ ലങ്സിൽ ഉണ്ടാവുന്ന സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ: എംഫിസിമ, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ. അതിനോടൊപ്പം ഹാർട്ടിനെ അഫക്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് കണ്ടീഷനും കൂടെ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ പോയിന്റും കൂടെ ഒന്ന് എക്സ്ട്രാ എടുത്ത് ഒന്ന് നോക്കിയേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് കണക്ട് ചെയ്തായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് അഫക്റ്റഡ് ഡിസീസ് ആൻഡ് നെയിം ദ അഫക്റ്റഡ് ക്രോപ്പ്. അപ്പൊ ഇവിടെ ഏറ്റവും അഫക്ട് ചെയ്തേക്കുന്ന ഡിസീസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ ഗ്രാഫിൽ നോക്കിയാൽ മതി. ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ പീക്ക് കൊടുത്തേക്കുന്നത് ഏത് ഗ്രാഫിലാന്ന് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ പീക്ക് കൊടുത്തേക്കുന്ന ഏതാണ്? അവിടെ ഒരു ക്ലൂവും കൊടുത്തിട്ടുണ്ട്, അവിടെ ക്യൂ എന്നൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് ഡിസീസ് ആണ്? ക്യുക്ക് ഫിൽറ്റ്. ക്യുക്ക് ഫിൽറ്റ് ഏത് ചെടിയിലാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ചെടിയെ ബാധിക്കുന്ന അസുഖമാണ്? പെപ്പറിനെ ബാധിക്കുന്ന ഒരു ഫംഗൽ രോഗമാണ് ഏതെന്ന് പറയുന്നത്? ക്യുക്ക് ഫിൽറ്റ്. അതേ കണക്ക് ഡീപ്പായിട്ട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ലീസ്റ്റ് അഫക്റ്റഡ് ഡിസീസ്. അതിനകത്ത് ഏറ്റവും കുറവ് പീക്ക് കാണിച്ചേക്കുന്നത് ആർക്കാണ്? ഏറ്റവും കുറവ് ഒരു ബി ആണല്ലേ ലെറ്റർ ഇൻഡിക്കേഷൻ കൊടുത്തേക്കുന്നത്. അപ്പം അത് ഏത് ഡിസീസിനെയാണ് കാണിക്കുന്നത്? ബ്ലൈറ്റ് ഡിസീസ് ആണ്. ബ്ലൈറ്റ് ഡിസീസ് ഏത് സൂക്ഷ്മാണോ മൈക്രോബാണ് ഉണ്ടാകുന്നത്? ഒരു ബാക്ടീരിയൽ രോഗമാണ്. അപ്പൊ ബ്ലൈറ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗവും ക്യുക്ക് ഫിൽറ്റ് എന്ന് പറയുന്നത് പെപ്പറിനെ ബാധിക്കുന്ന ഒരു ഫംഗൽ ഡിസീസുമാണ്. ഓക്കെ, everyone cannot receive blood from all blood groups. Justify the statement. എല്ലാവർക്കും എല്ലാ ബ്ലഡ് ഗ്രൂപ്പും സ്വീകരിക്കാനായിട്ട് കഴിയത്തില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കാര്യം ഓരോരുത്തർക്കും മാച്ചിങ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പേ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആന്റിജന്റെയും ആന്റിബോഡിയുടെയും പ്രസൻസ് അനുസരിച്ചാണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അൺമാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇത് സ്വീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡോണറുടെ ശരീരത്തിലുള്ള ആന്റിജനും റെസിപ്പിയന്റിന്റെ ശരീരത്തിലുള്ള ആന്റിബോഡിയും പരസ്പരം റിയാക്ട് ചെയ്യും. ഒരു അൺമാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് നമ്മൾ എൻട്രി ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ ആന്റിജൻ പ്രസന്റ് ഇൻ ദ ഡോണേഴ്സ് ബ്ലഡ് ആന്റിബോഡി പ്രസന്റ് ഇൻ ദ റെസിപ്പിയന്റ് ബ്ലഡ് വിൽ റിയാക്ട് ഈച്ച് അതർ. അവർ പരസ്പരം റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തതിനു ശേഷം എന്ത് സംഭവിക്കും? അവിടെ ബ്ലഡ് ക്ലോട്ട് ക്രിയേറ്റ് ചെയ്യും, ക്ലോട്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അൺമാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പ്സ് പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പാർട്ട് ലേബൽ ചെയ്യാനായിട്ടാണ് കൊടുത്തേക്കുന്നത്. ലേബൽ എ ആൻഡ് ബി. അതിൽ ഫിഗർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് സ്കിന്നിന്റെ ഏറ്റവും അപ്സിൽ ലെയർ ആണ്, എപ്പിഡെർമിസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ബി എന്ന് പറയുന്നത് സെബേഷ്യസ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഇല്ലസ്ട്രേഷൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 ലേബലിംഗ് ആണ് അവിടെ ഉള്ളത്: എപ്പിഡെർമിസ്, സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് കൂടെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം. ഇവിടെ നമുക്ക് സ്വെറ്റ് ഗ്ലാൻഡ് ആണ് ലേബൽ ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്നത്. ബി പാർട്ടില് അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്, സ്വെറ്റ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. സ്വെറ്റ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്തുവാണ്? സ്വെറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്രീഷൻ ആണ് സ്വെറ്റ്. അതിനകത്തുള്ള ഡിസിൻഫെക്റ്റന്റ് എന്ത് ചെയ്യും? ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്ട്രോയ് ജാംസ് എൻട്രിങ് ത്രൂ സ്കിൻ, അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാവുന്ന ജാംസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സ്വെറ്റിനകത്തുള്ള ഡിസിൻഫെക്റ്റന്റ് സഹായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കംപ്ലീറ്റ് ദ ടേബിൾ. ഒരു ടേബിളിൽ ഒരു സൈഡിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസും കൊടുത്തിട്ടുണ്ട്, അതിന്റെ കോസും അടുത്ത ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് വായിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഓപ്ഷൻസ് ഫില്ല് ചെയ്യണം. എക്സസ് ഡെപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ് ഇൻ ലിവർ. ലിവറിലെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മൾ എന്തോ പറയുന്നത്? ഫാറ്റി ലിവർ, ഫാറ്റി ലിവർ. അപ്പൊ എ ആയിട്ട് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ഫാറ്റി ലിവർ ആണ്.
ഡിസീസ് തന്നിട്ടുണ്ട് ഹൈപ്പർ ടെൻഷൻ. അതിന്റെ കോസ് ആണ് നമ്മൾ അടുത്ത ബ്ലാങ്കിൽ ഫിൽ ചെയ്യാനായിട്ടുള്ളത്. ഹൈപ്പർ ടെൻഷന്റെ കോസ് എന്തുവാണ്? അതിന്റെ കോസ് എന്ന് പറയുന്നത് എന്തുവാണ്? ഈ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് ആർട്ടറി ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവുന്നത് മൂലം ആർട്ടറിയുടെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ലാംഗ്വേജിൽ പറയുമ്പോൾ BP എന്ന് പറയും. BP എന്ന് പറയുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അപ്പനും ഒക്കെ ഉണ്ടാവുന്ന ഡിസീസ് ആണ് ഈ ഹൈ BP എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതിന്റെ കോസ് എന്തുവാണ്? ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവുന്നതിന്റെ മൂലം ഡയമീറ്റർ ഓഫ് ആർട്ടറി ഡിക്രീസസ്. ആർട്ടറി ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. Symptom of a bacterial disease is given below: severe fever, headache, muscle pain, redness in sight. അപ്പൊ നിങ്ങൾക്ക് നോക്കി അത് ഏത് ഡിസീസാണ് കൊടുത്തേക്കുന്നത്? ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഏത് ഡിസീസാണ് കാണിക്കുന്നത്? റാറ്റ് ഫീവർ. റാറ്റ് ഫീവർ നമ്മൾ പഠിച്ചായിരുന്നു, അതൊരു ബാക്ടീരിയൽ രോഗമായിരുന്നു. ഏത് പാത്തജൻ ആണ്? നെയിം ദ പാത്തജൻ. ഏത് പാത്തജൻ ആണ് അത് കോസ് ചെയ്യുന്നത്? ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന പാത്തജൻ ആണ്. അതുകൊണ്ട് തന്നെ റാറ്റ് ഫീവറിന് ഒരു പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്തുവായിരുന്നു ആ പേര്? ലെപ്റ്റോസ്പൈറോസിസ്. ഓർമ്മയുണ്ടോ? ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന റാറ്റ് ഫീവർ പരത്തുന്ന ബാക്ടീരിയയുടെ പേരെന്തുവാണ്? ലെപ്റ്റോസ്പൈറ. ഓക്കെ, how this pathogen affect the body? നമ്മുടെ ബോഡിയെ ഈ പാത്തജൻ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന്, എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യാം? ഈ പാത്തജൻ നമ്മളെ ബോഡിയിൽ അഫക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്റേണൽ ബ്ലീഡിങ്സ് വരെ ക്രിയേറ്റ് ചെയ്യാം. ഇന്റേണൽ ബ്ലീഡിങ്സ് ആണ് മേജർ ഇതിന്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത്, ബോഡിയെ അഫക്ട് ചെയ്യുന്ന മേജർ സിംറ്റം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പാർട്ട് സി. ഒരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ടോൾ പാരന്റും ഒരു ഡോർഫ് പാരന്റും തമ്മിലുള്ള ക്രോസ് നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ നിന്ന് നമുക്കൊരു ടോൾ പ്രൊജനിയാണ് അവിടെ കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഡോമിനന്റ് ട്രൈറ്റ് ആൻഡ് റെസസീവ് ട്രൈറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ. അപ്പൊ അങ്ങനെ ടോളും ഡോർഫും വന്നാൽ ഏതായിരിക്കും അവിടെ ഡൊമിനന്റ് ആയിട്ട് വരുന്നത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കിയേ. ഏതാണ് ഒരു ഡൊമിനന്റ് ക്യാരക്ടർ ആയിട്ട് വരുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഏതാണ് അവിടെ ഡൊമിനന്റ് ക്യാരക്ടർ. ടോൾ ആണ് അവിടെ ഒരു ഡൊമിനന്റ് ക്യാരക്ടർ ആയിട്ട് വരുന്നത്. ടോൾ ഇവിടുത്തെ ഡൊമിനന്റ് ട്രൈറ്റും ആണ്. റെസസീവ് ട്രൈറ്റ് ഏതാണ്? റെസസീവ് ട്രൈറ്റ് ആയിട്ട് വരുന്നത് ഡോർഫും ആണ്. ടോൾ ഒരു ഡൊമിനന്റ് ട്രൈറ്റും ആണ്, ഡോർഫ് ഒരു റെസസീവ് ട്രൈറ്റും ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ഇൻഫറൻസ് മെയ്ഡ് ബൈ മെന്റൽ ഓൺ ദിസ് എക്സ്പെരിമെന്റ്? അപ്പൊ ഈ പീപ്പിമെന്റിന്റെ ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ച് മെന്റൽ കൺക്ലൂഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒരു ബോക്സിൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ കാര്യങ്ങൾ? ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അവർ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? ഒരു ക്യാരക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ? ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ ഫാക്ടർ. ആ ഫാക്ടർ എങ്ങനെയായിരിക്കും? ഫാക്ടർ ഒരു പെയർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ പെയറായിട്ട് ഇരിക്കുന്ന ഫാക്ടറുകളിൽ ഒരെണ്ണം ഡൊമിനന്റും ആയിരിക്കും, ഒരെണ്ണം റെസസീവും ആയിരിക്കും. ഡൊമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ത് ചെയ്യും? എക്സ്പ്രസ്ഡ് ആവും. എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ത് ചെയ്യും? എക്സിസ്റ്റ് ഇപ്പോഴും എക്സ്പ്രസ്ഡ് ആവത്തില്ല, നോട്ട് എക്സ്പ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ ഹിഡൻ ആണെന്ന് പറയാൻ പറ്റും. F2 പ്രൊജനിയുടെ റേഷ്യോ, ഒരു റേഷ്യോ നമ്മൾ ഇവിടെ ക്രോസിൽ പഠിക്കുന്നുണ്ടല്ലേ? റേഷ്യോ എത്ര? 3:1 എന്നൊരു റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൊമിനന്റ് പ്ലാന്റ് ഈസ് ടു റെസസീവ്, അല്ലെങ്കിൽ ടോൾ പ്ലാന്റ് ഈസ് ടു ഡോർഫ്. ഒരു റേഷ്യോ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 3:1 എന്നുള്ള റേഷ്യോ. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് മെന്റൽ ആ എക്സ്പെരിമെന്റിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ ഒരു ക്രോസ് വരയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോസ് നമ്മൾ ക്ലാസ്സിൽ വരച്ചിട്ടുള്ള ഒരു ക്രോസ് ആണ്. ടോൾ പ്ലാന്റും ഡോർഫ് പ്ലാന്റും തമ്മിലുള്ള ഒരു ക്രോസ് വരച്ചതിന് ശേഷം അതിലെ പ്രൊജനീസിന്റെ റേഷ്യോ കൂടെ കാണിച്ചു കൊടുക്കണം. അവിടെയും വരുന്ന റേഷ്യോ ഏത് തന്നെയാണ്? 3:1 എന്ന് പറയുന്ന റേഷ്യോ തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇല്ലസ്ട്രേഷനിൽ നമ്മൾ അവിടെ ആ ബ്ലാങ്ക് ഫിൽ ചെയ്യാനായിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ ഇല്ലസ്ട്രേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ഡിഫൻസ് മെക്കാനിസം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെ ഈ ഫാഗോസൈറ്റ് എന്നൊക്കെ ഒരു പേര് വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഉത്തരവുണ്ട്. നിങ്ങൾക്ക് ആ ഉത്തരം കമന്റ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ആ ഒരു ഡിഫൻസ് ആക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്ത് ഡിഫൻസ് ആക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫാഗോസൈറ്റോസിസ്. ഒരു ഡിഫൻസ് മെക്കാനിസം അല്ലേ? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെയിം ദ വൈറ്റ് ബ്ലഡ് സെൽസ് ദാറ്റ് ആർ എൻഗേജ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? ആരൊക്കെയാണ് ഈ ഫാഗോസൈറ്റോസിസ് എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്?
മോണോസൈറ്റ് ആൻഡ് ന്യൂട്രോഫിൽ. രണ്ട് WBC ഉണ്ട്. മോണോസൈറ്റ് ആൻഡ് ന്യൂട്രോഫിൽ ആണ് ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നത്. എൻഗൾഫ് ചെയ്യുക, വിഴുങ്ങുക എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത് ആരൊക്കെയാണ്? മോണോസൈറ്റ് ആൻഡ് ന്യൂട്രോഫിൽ. അടുത്തത് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ബ്ലാങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒക്കെ ഫില്ല് ചെയ്യാം. അവിടെ ഈ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ എൻഗൾഫ് പാത്തോജനെ മെംബ്രെയിൻ സാക്ക്. ആ മെംബ്രെയിൻ സാക്കിൽ പാത്തോജനെ എൻഗൾഫ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? പാത്തോജൻസ് ആർ ഡിസ്ട്രോയിഡ് ബൈ യൂസിങ് ലൈസോസൈം. ലൈസോസോം എന്ന് പറയുന്ന ലൈസോസൈം ലൈസോസോം ലൈസോസോം എന്ന് പറയുന്ന ഒരു എൻസൈം മെംബ്രെയിൻ സാക്കിനകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എൻസൈം ഉപയോഗിച്ച് അത് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അതാണ് ഗ്ലാൻഡിലായിട്ട് നമ്മൾ ഫിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 20. The fever is a condition when the body temperature rises above normal level. What is the normal body temperature? നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോർമൽ ബോഡി ടെമ്പറേച്ചറിന് 2 വാല്യൂ ഉണ്ട്. ഡിഗ്രി സെൽഷ്യസിലും ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റിലും ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഉണ്ടാവുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ കോസ് ഓഫ് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ? ബോഡിയിലെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മുടെ ഈ നോർമൽ ബോഡി ടെമ്പറേച്ചറിനെ കാട്ടിയും ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് 2 കാരണം എന്ന് പറഞ്ഞാൽ ഈ ആന്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ. ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്ത ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിക് സബ്സ്റ്റൻസ് WBC സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആന്റിജൻ സ്റ്റിമുലേറ്റ് WBC. അപ്പൊ WBC എന്ത് ചെയ്യും? ആ സമയത്ത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ WBC ഇൻക്രീസസ് ദ ബോഡി ടെമ്പറേച്ചർ. അങ്ങനെയാണ് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാത്തജൻ സ്റ്റിമുലേറ്റ് WBC ആൻഡ് ദ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ WBC increases the body temperature. Okay. അല്ല, സി പാർട്ടിൽ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ? ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? 2 രീതിയിലാണ് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത്. റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തജൻ ഡിക്രീസസ്. പാത്തജന്റെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ഡിക്രീസ് ചെയ്യും. അതിനോടൊപ്പം എന്ത് ചെയ്യും? ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസസ് ദ എഫക്ട് ഓഫ് ഫാഗോസൈറ്റോസിസ്. അപ്പൊ ഫാഗോസൈറ്റോസിസ് കൂടുകയും ചെയ്യും, റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തജൻ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തൊരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് കൊടുത്തേക്കുന്നത്. ഇല്ലസ്ട്രേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യൂട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ കൊടുത്തേക്കുന്നത് ഫംഗ്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഒരു സൈഡിൽ ഫംഗ്ഷൻ അവിടെ ഒരെണ്ണം ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്യൂട്ടിക്കിളിന്റെ ഫംഗ്ഷൻ തന്നെ നിങ്ങൾ അവിടെ എയിൽ എഴുതണം. എന്താണ് ക്യൂട്ടിക്കിളിന്റെ ഫംഗ്ഷൻ? പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ് ത്രൂ ലീവ്സ്. ലീവ്സിലൂടെ ഉള്ള ജേംസിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നു കവറിങ് അല്ലെ. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു വാക്സി കോട്ടിംഗ് ആണ്. വാക്സി കോട്ടിംഗ് എന്ത് ചെയ്യും? ലീവ്സിലൂടെ ഉള്ള ജേംസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യും. ഇലകളിലൂടെ ജേംസ് എൻട്രി ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെഴുക് കണക്കൊക്കെ ഉള്ള ഒരു കോട്ടിംഗ് ആണ് ഏതെന്ന് പറയുന്നത്? ക്യൂട്ടിക്കിൾ. ഓക്കെ, രണ്ടാമത്തേത് ബിയുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇന്നർ സെൽസ് ഫ്രം ഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് പാത്തജൻ. അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? ചെടികളില് ബാർക്കാണ് അവിടെ ഉത്തരവായിട്ട് വരുന്നത്. ബാർക്കാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, കാലോസ് ആണ് ഭൂരിഭാഗം കുട്ടികൾക്കും തെറ്റിപ്പോയത്. കാര്യം കാലോസിനെ കുറിച്ച് നമ്മൾ 1-2 പോയിന്റ്സ് എക്സ്ട്രാ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഫംഗ്ഷൻ തന്നെ എഴുതണം. കാര്യം ഫംഗ്ഷൻ ആണ് അവിടെ ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പൊ കാലോസിന്റെ ഫംഗ്ഷൻ, കാലോസ് ഒരു പോളിസാക്രൈഡ് ആണ്, ലിഗ്നിൻ എന്നൊക്കെ ഡെപ്പോഷൻ ഉണ്ട്. അതൊന്നും എഴുതിയിട്ട് കാര്യമില്ല, ഫംഗ്ഷൻ തന്നെ എഴുതണം. കാലോസിന്റെ ഫംഗ്ഷൻ എന്താണ്? സെൽ വോളിൽ കൂടെ എൻട്രി ചെയ്യുന്ന ജേംസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യുന്നു. സെൽ മെമ്പറൈന് കൂടെ എൻട്രി ചെയ്യുന്ന ജേംസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യുന്നു. ആ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ഈ കാലോസിന്റെ ഫംഗ്ഷൻ. അതുകൊണ്ട് നിങ്ങൾ ആ ഇല്ലസ്ട്രേഷൻ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പോയിന്റ് എഴുതിയാൽ പോരാ, കാലോസിന്റെ ഫംഗ്ഷൻ തന്നെ നിങ്ങൾ അവിടെ നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇല്ലസ്ട്രേഷൻ കാണിച്ചേക്കുവാണ്. ഒരു ഡിസീസിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ ആണ് അവിടെ കാണിച്ചേക്കുന്നത്. അവിടെ ഒരു ചന്ദ്രകല കണക്കത്തൊക്കെ ഒരു ഫിഗർ നിങ്ങൾക്ക് ടെക്സ്റ്റിലില്ലേ? അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏത് ഡിസീസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഐഡന്റിഫൈ ദ ഡിസീസ്. നിങ്ങൾക്ക് ആ ഡിസീസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ?
ഐഡന്റിഫൈ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയാ ഡിസീസ് എന്താണെന്നുള്ളത്. അതിന്റെ മലയാളം എന്ന് പറയുന്നത് അരിവാൾ രോഗം എന്നാണ് അതിന് പറയുന്നത്. അരിവാൾ കണക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കും, അരിവാൾ രോഗം എന്ന് പറയും. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്തുവാ പറയുന്നത് ആ ഡിസീസിന്? സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്നാണ് ഈ ഡിസീസിന്റെ പേര്. വാട്ട് ഈസ് ദ കോസ് ഓഫ് ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് RBC? അവിടെ ചേഞ്ച് ആവുന്നത് എന്തുകൊണ്ടാണ്? RBCയുടെ ഷേപ്പ് ചേഞ്ച് ആയേക്കുവാണ് അല്ലെ. RBCയുടെ ഷേപ്പ് ആദ്യത്തെ ഫിഗറിൽ കാണിച്ചേക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ബൈ കോൺകേവ് ഷേപ്പ് ആണ്. ബൈ കോൺകേവ് ഷേപ്പ് ആയിട്ടുള്ള RBC ഒരു സിക്സ് ഷേപ്പ് പോലെ ഇങ്ങനെ വളഞ്ഞു വന്നു, അരിവാള് പോലെ ഇങ്ങനെ വളഞ്ഞു വന്നു. അങ്ങനെ വളയാനായിട്ടുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. ഈ RBC എന്ന് പറയുന്നത് അതിനകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ്? പ്രോട്ടീൻസ് ആണ്, അല്ലെങ്കിൽ അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡിന്റെ കോമ്പോസിഷനിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്, സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്. ഡിഫറൻസ് കാരണമാണ് ഈ സംഭവിക്കുന്നത് ഈ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ RBC സിക്കിൾ ഷേപ്പ് പോലെ. ഓക്കെ, അടുത്തത് how does the deformity of RBC in these patients affect their body? വളഞ്ഞാൽ എന്താണ് പ്രശ്നം? ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ഈ RBCയിലുള്ള ഹീമോഗ്ലോബിൻ ആണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യും. ബോഡിയിലുള്ള ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. അതിനോടൊപ്പം ഈ RBC അക്യുമുലേറ്റ് ചെയ്ത് ബ്ലഡ് സെൽസ് അക്യുമുലേറ്റ് ചെയ്തതിനു ശേഷം അവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. അവിടെ ആ ഒരു ബ്ലോക്ക് അവിടെ ക്രിയേറ്റ് ആവും. അപ്പൊ രണ്ട് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ഡിഫോമിറ്റി കാരണം നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ്? ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുകയും ചെയ്യും. അത് കണക്ക് ഈ സിക്കിൾ ഷേപ്പിലുള്ള RBC ബ്ലഡ് ഫ്ലോ തടയും, ബ്ലോക്ക് ചെയ്ത് അവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു ഫിഗർ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. ഫിഗർ A ആൻഡ് B ഐഡന്റിഫൈ ചെയ്യണം. ഫിഗർ A എന്ന് പറയുന്നത് T ലിംഫോസൈറ്റും ഫിഗർ B എന്ന് പറയുന്നത് B ലിംഫോസൈറ്റും ആണ്. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചുകൊള്ളണം ഫിഗർ നോക്കിയിട്ട്. അതിന്റെ ഡിഫൻസ് ഫങ്ഷൻസും ഡിഫൻസ് മെക്കാനിസവും ചോദിച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെയും. ലിംഫോസൈറ്റിന്റെ ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഡിഫൻസ് മെക്കാനിസത്തിന്റെ പാർട്ട് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും കുറെ കാര്യങ്ങൾ ഡിസ്ട്രോയ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ T ലിംഫോസൈറ്റ് എന്ത് ചെയ്യും? ഡിസ്ട്രോയ് സെൽസ് ഇൻഫെക്റ്റഡ് ബൈ വൈറസ്. വൈറസ് ഇൻഫെക്ട് ചെയ്ത സെൽസുകളെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ആര് ശ്രമിക്കുന്നത്? T ലിംഫോസൈറ്റ് ശ്രമിക്കുന്നത്. അതേ കണക്ക് ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ്. അപ്പൊ ക്യാൻസർ സെൽസുകളെ ഡിസ്ട്രോയ് ചെയ്യാനും വൈറസ് ഇൻഫെക്റ്റഡ് സെൽസുകളെ ഡിസ്ട്രോയ് ചെയ്യാനും ആര് ശ്രമിക്കുന്നുണ്ട്? T ലിംഫോസൈറ്റ് ശ്രമിക്കുന്നുണ്ട്. അതേ കണക്ക് B ലിംഫോസൈറ്റ് എന്തിനു ശ്രമിക്കുന്നുണ്ട്? ഡിസ്ട്രോയ് ബാക്ടീരിയ. ബാക്ടീരിയകളെ ഡിസ്ട്രോയ് ചെയ്യുന്നു ബൈ ഡിസിന്റഗ്രേറ്റിംഗ് ഇറ്റ് സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈൻ ഡിസിന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ബാക്ടീരിയൽ സെൽസുകളെ ഡിസ്ട്രോയ് ചെയ്യാനും അതേ കണക്ക് ആന്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്യാനും, ന്യൂട്രലൈസ് ദ ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആന്റിജൻസ്, അതിനും ആര് സഹായിക്കുന്നുണ്ട്? B ലിംഫോസൈറ്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 3 ഡെഫിനിഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റെസസീവ് ട്രൈറ്റ്, വേരിയേഷൻ ആൻഡ് ഹെറിഡിറ്റി. റെസസീവ് ട്രൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള ട്രൈറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഡൊമിനന്റ് ട്രൈറ്റ് ആൻഡ് റെസസീവ് ട്രൈറ്റ്. ഡൊമിനന്റ് ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ ഒരു ട്രൈറ്റ് എക്സ്പ്രസ്ഡ് ആയിട്ട് നിൽക്കും, ഒരു ട്രൈറ്റ് ഹിഡൻ ആയി പോകും. അങ്ങനെ എക്സ്പ്രസ്ഡ് ആവുന്ന ട്രൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമിനന്റ് ട്രൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് റെസസീവ് ട്രൈറ്റ് ആണ്. അപ്പൊ കൂട്ടത്തിൽ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ട്രൈറ്റ് ആണ് ആരെന്ന് പറയുന്നത്? റെസസീവ് ട്രൈറ്റ്. അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഹിഡൻ ട്രൈറ്റ് എന്ന് മാത്രം പഠിച്ചു വെക്കരുത്. ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ അവിടെ ഹിഡൻ ആവും. ആ ഹിഡൻ ക്യാരക്ടറിനെയാണ് റെസസീവ് ട്രൈറ്റ് എന്ന് നമ്മളിവിടെ പറയുന്നത്. നെക്സ്റ്റ് വേരിയേഷൻ. വേരിയേഷൻ എന്ന് പറയുമ്പോൾ അച്ഛനമ്മയിൽ നിന്നും കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്മിഷൻ ഓഫ് ഫീച്ചേഴ്സ് ഫ്രം ടു ദ ഓഫ്സ്പ്രിങ് ഡിഫറെന്റ് ഫ്രം പാരന്റ്. പാരന്റിന്റെ അല്ലാതുള്ള മറ്റു ചില ഫീച്ചേഴ്സ് ഓഫ്സ്പ്രിങ്ങിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു കണ്ടീഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയേഷൻ എന്ന് പറയുന്നത്. ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനമ്മമാരിൽ നിന്ന് അതേപോലെ ക്യാരക്ടർ കുട്ടികളിലേക്ക് പകർന്നു വരാം. അതിന് കാരണം എന്തുകൊണ്ടാണ്? ട്രാൻസ്മിഷൻ ഓഫ് ഫീച്ചേഴ്സ് ഫ്രം പാരന്റ്സ് ടു ഓഫ്സ്പ്രിങ്. പാരന്റിൽ നിന്ന് കറക്റ്റ് കുട്ടികളിൽ അതേ ക്യാരക്ടേഴ്സ് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. that are different from parent. Features that are different from parent നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയേഷൻ ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ ദ ആന്റിബോഡീസ് ഹെൽപ്പ് ഇൻ ഡിഫൻസ് ആക്ടിവിറ്റി. ഡിഫൻസ് ആക്ടിവിറ്റിയിൽ ആന്റിബോഡീസിന്റെ റോൾ എന്തൊക്കെയാണ് ചോദിച്ചേക്കാണ്.
ഡിഫൻസ് ആക്ടിവിറ്റിയിലെ ആന്റിബോഡീസ് 3 രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. 3 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഡിസ്ട്രോയ് ബാക്ടീരിയ, ബാക്ടീരിയകളെ നശിപ്പിക്കും ബൈ ഡിസിന്റഗ്രേറ്റിംഗ് ഇറ്റ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയിങ് സെൽ മെംബ്രെയിൻ നശിപ്പിച്ചുകൊണ്ട് ഈ ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, കില്ല് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രലൈസ് ദ ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആന്റിജൻസ്. നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യുന്ന ഏതെങ്കിലും ആന്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? നിർവീര്യമാക്കാൻ പറ്റും, ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ന്യൂട്രലൈസ് ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാത്തജൻസ് അല്ലെങ്കിൽ ആന്റിജൻസ്. ഡിസ്ട്രോയ് പാത്തജൻ, പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യുന്ന രോഗാണുക്കൾ, അതിനെയാണ് പാത്തജൻ എന്ന് പറയുന്നത്. അപ്പൊ പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാം ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ WBC. വൈറ്റ് ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഈ 3 രീതിയിലാണ് ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഡിഫൻസ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കോവിഷീൽഡ് is a vaccine used for artificial immunization against COVID. നമ്മുടെ റീസെന്റ് സെക്ഷനിലൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുവാണ്. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ? ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ എന്താണ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ? The different cells alert against attack of pathogen. പ്രൊസീജിയർ ആണ്, ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്. മെത്തേഡിലൂടെ നമ്മൾ എന്തിനു ശ്രമിക്കും? നമുക്ക് ഡിഫൻസ് സെൽസുകളെ അലർട്ടും, അവരെ എപ്പോഴും അലർട്ടാക്കി നിൽക്കും. പാത്തജൻ എൻ്റർ ചെയ്യുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവരെ എപ്പോഴും അലർട്ട് നിൽക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ഈസ് ദ സിസ്റ്റം ഇൻ വിച്ച് ദ ഡിഫൻസ് സെൽസ് ഗെറ്റ് അലർട്ട് അഗെയിൻസ്റ്റ് ദ അറ്റാക്ക് ഓഫ് പാത്തജൻ. അതിന്റെ ടെൻഷൻ ആയിട്ട് തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ദ കമ്പോണൻസ് ഓഫ് വാക്സിൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വാക്സിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? വാക്സിന്റെ കമ്പോണൻസ് എന്ത് വേണമെങ്കിലും ആവാം. എനി വൺ ഓഫ് ദ കമ്പോണൻസ് ഫ്രം ന്യൂട്രലൈസ്ഡ് ജേംസ്, ഇതിലേതെങ്കിലും ആവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്രലൈസ്ഡ് ടോക്സിൻസ് ആവാം. ഈ പാത്തജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെ നിർവീര്യമാക്കിയ ടോക്സിൻസ് ആവാം. അല്ലെങ്കിൽ ആ പാത്തജൻസിന്റെ തന്നെ ഏതെങ്കിലും സെല്ലുലാർ പാർട്ടുകളാവാം. എനി വൺ ഓഫ് ദ കമ്പോണന്റ്, ഇതിൽ ഒരു കമ്പോണന്റ് ന്യൂട്രലൈസ്ഡ് അല്ലെങ്കിൽ സെല്ലുലാർ ടോക്സിൻസോ ന്യൂക്ലിയാരിറ്റി ടോക്സിൻസോ അല്ലെങ്കിൽ സെല്ലുലാർ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ആണ് നമ്മൾ വാക്സിനായിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ തുള്ളിമരുന്നായിട്ട് കഴിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു രീതിയിൽ ബോഡിക്ക് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം മതിയെന്ന് വിചാരിച്ച് ഒരെണ്ണം എഴുതി വെക്കരുത്. ഇതെല്ലാം എഴുതണം, എന്നില്ല ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഹൗ വാക്സിൻ ഹെൽപ്പ് ഇൻ ഇമ്മ്യൂണൈസേഷൻ? വാക്സിൻ എങ്ങനെയാണ് ഇമ്മ്യൂണൈസേഷനെ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളൊരു വാക്സിൻ എടുക്കുവാണ്. വാക്സിൻ എടുക്കുമ്പം ആ വാക്സിൻ ഉൾപ്പെടുത്തിയേക്കുന്നത് എന്തുവാണ്? ഇതിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ആയിരിക്കും. ഈ ആന്റിജന്റെ തന്നെ എന്തെങ്കിലും ഒരു കമ്പോണന്റ് ആയിരിക്കും. അത് നമ്മുടെ ശരീരത്തിൽ കുത്തി വെക്കുമ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ തന്നെ റീറ്റെയിൻ ചെയ്തതിന് ശേഷം ഭാവിയിൽ ഇനി ആ അസുഖം വരുവാണ്, ഏതെങ്കിലും രീതിയിൽ അസുഖം വരുവാണെന്നുണ്ടെങ്കിൽ ആന്റിബോഡി എന്ത് ചെയ്യും? അലർട്ടാവും. ഉടനെ WBC ആക്കും. അലർട്ടാക്കിയതിനു ശേഷം ആ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബോഡി അങ്ങനെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മുൻകൂർ ജാമ്യം പോലെ നമ്മൾ ഈ വാക്സിൻ എടുത്ത് വെക്കുന്നത്. ഒരു ആന്റിബോഡിയെ നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ഫ്യൂച്ചറിലെ ഡിസീസ് വന്നാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ക്യൂർ ചെയ്യാനായിട്ട് ബോഡിയെ തന്നെ ഹെൽപ്പ് ചെയ്യും, അലർട്ട് ചെയ്യും, ഒരു ജാഗ്രത കൊടുക്കാനായിട്ട് ബോഡിയെ സഹായിക്കും. അതാണ് വാക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2 എക്സാമ്പിൾസ് ഓഫ് വാക്സിൻ. വാക്സിൻ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എക്സാമ്പിൾ കൊടുക്കുക. BCG ട്യൂബർക്ലോസിന് എടുക്കുന്ന വാക്സിൻ ആണ്. DTP DPT എന്ന് പറയുന്ന വാക്സിൻ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസിനൊക്കെ കൊടുക്കുന്ന വാക്സിൻ ആണ്. TT ടെറ്റനസിന് കൊടുക്കുന്ന വാക്സിൻ ആണ്. MMR മംസ്, മീസിൽസ്, റുബെല്ല കൊടുക്കുന്ന വാക്സിൻ ആണ്. OPV ഓറൽ പോളിയോ വാക്സിൻ. ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എക്സാമ്പിൾ കൊടുക്കുക. 2 എക്സാമ്പിൾ ഇതിനകത്ത് എഴുതിയിരുന്നാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്രിസ്മസ് എക്സാമിന് നല്ല രീതിയിൽ പഠിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും. നിങ്ങൾക്ക് ഒരു മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ബാക്ക് അടിച്ചോ ഒന്ന് കാണുക. അതിനുകൂടെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് റെക്കോർഡ് ചെയ്ത വീഡിയോ സെക്ഷൻ ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ് എത്തിക്കുന്നത്. മാക്സിമം ഇത് പ്രയോജനപ്പെടുത്തുക.
നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ആയിട്ട് തന്നെ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ ക്ലിയർ ചെയ്യാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്രദമാവുന്ന രീതിയിൽ തന്നെ വരും വീഡിയോകൾ ഇതിലും മികച്ച ക്വാളിറ്റിയോടെ തന്നെ ഉണ്ടാവുന്നതാണ്. എല്ലാ ക്ലാസ്സിനെയും സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഹൈബ്രിഡ് ചോയ്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റില് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ തുടർ വീഡിയോസ് ഉണ്ടാവും. എല്ലാ സബ്ജക്ട്സിന്റെയും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.